സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കും. SSLC പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി 70 ക്യാമ്പുകളും ഹയർ സെക്കൻഡറിക്കായി 77 ക്യാമ്പുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മെയ് ആദ്യവാരത്തോടെ ഫലപ്രഖ്യാപനം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. കഴിഞ്ഞ മാസം അവസാന വാരമാണ് SSLC +2 പരീക്ഷകൾ അവസാനിച്ചത്. പരീക്ഷയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്ര വേഗത്തിൽ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. SSLC മൂല്യനിർണ്ണയത്തിനായി മൊത്തം 70 ക്യാമ്പുകളാണ് ഉണ്ടാവുക. 14,000-ഓളം അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കും. 38.5 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ 77 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 25 എണ്ണം ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളാണ്. മൊത്തം 25,000-ഓളം അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന 8.5 ലക്ഷത്തോളം കുട്ടികളുടെ 52 ലക്ഷത്തിൽ പരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുക. THSLCക്കായി 2 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 110ഓളം അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുക്കും. 20,000-ഓളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. AHSLC വിഭാഗം പരീക്ഷാ മൂല്യനിർണ്ണയം നടക്കുന്നത് ഒരു ക്യാമ്പിലാണ്. 8 ക്യാമ്പുകളിലായാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മൂല്യനിർണ്ണയം. 2,200ഓളം അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. 3,40,000-ഓളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. മെയ് ആദ്യവാരത്തോടെ ഫലപ്രഖ്യാപനം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.